മത്സരത്തിലേക്ക് സ്വാഗതം കുട്ടികളെ. ഇന്ന് നിങ്ങൾ പാവകൾക്കായി വീടുകൾ ഉണ്ടാക്കണം. നിങ്ങൾ തയ്യാറാണോ? ശരി, അപ്പോ നമുക്ക് തുടങ്ങാം. ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എനിക്കറിയാം. ആ നിറങ്ങൾ നോക്കൂ. ഞാൻ മേൽക്കൂര അലങ്കരിക്കും. ഇത് വളരെ തിളക്കമുള്ളതും അടിപൊളിയുമാണ്. ഞാൻ നിനക്കൊരു ഉമ്മ തരാം. ഹേയ്, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ തയ്യാറാണ്. ഞാനും മേൽക്കൂരയിൽ നിന്ന് തന്നെ തുടങ്ങും. പക്ഷേ ഞാൻ ഇരുമ്പ് ചങ്ങലകൾ ഉപയോഗിക്കും. ഓ അതെ, ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ ഉമ്മയ്ക്ക് പകരം ഞാനൊരു തലയോട്ടി തൂക്കും. നിനക്ക് പേടിയാകുന്നുണ്ടോ? കൊള്ളാം. ശരിക്കും? ശരി, എന്റെ മനോഹരമായ ജനൽ ഫ്രെയിമുകൾ നോക്കൂ. എന്താ? എനിക്ക് കറുത്തത് മതി. എന്തായാലും കുഴപ്പമില്ല. ഞാൻ എന്താണ് ചേർക്കേണ്ടത്? ശരി, ഞാൻ എന്റെ തിളങ്ങുന്ന ഐഷാഡോ പാലച്ചെടുക്കാം. എന്റെ പിങ്ക് വീടിന്റെ ചുവരുകൾ വളരെ മനോഹരമായിരിക്കും. ഇത് വളരെ അത്ഭുതകരമാണ്. എന്തൊരു മാന്ത്രികത! ഇനി ഞാൻ ഒരു ചെറിയ പഞ്ഞി പോലെയുള്ള പരവതാനി ചേർക്കും. ഒരു പർപ്പിൾ കസേരയും ഒരു പിങ്ക് ഹൃദയാകൃതിയിലുള്ള മേശയും. കുറച്ച് ഡിസൈൻ കൂടി ചേർക്കുന്നു. വാവ്! പിന്നെ അലങ്കാരത്തിനായി എനിക്ക് വവ്വാലുകൾ ഉണ്ടാകും. നോക്കൂ, പർപ്പിൾ ചുവരുകളിൽ ഇത് കാണാൻ അടിപൊളിയാണ്. പിന്നെ അത് നോക്കൂ, എന്റെ വളകൾ ഇവിടെ കൃത്യമായി ചേരും. കഴിഞ്ഞു. ചെലന്തി വലയുള്ള ഒരു സോഫ, തലയോട്ടിയുള്ള ഒരു മേശ, പിന്നെ ഒരു ബെഡ് സൈഡ് ടേബിളും. മുകളിൽ കുറച്ച് അലങ്കാരങ്ങളും പഞ്ഞി പോലെയുള്ള പരവതാനിയും ചേർക്കുന്നു. തീർച്ചയായും കറുത്ത തന്നെ. ആ വിളക്ക് നോക്കൂ. ഓ, ഷൂയിംഗം. ഞാൻ വെഡ്നസ്ഡേയുടെ ഒരു ഫോട്ടോ ചുവരിൽ ഒട്ടിക്കും. പറഞ്ഞു വരുമ്പോൾ അവൾക്ക് ഈ മുറി ഇഷ്ടപ്പെടുമോ? തീർച്ചയായും. ഇത് പൊളിയാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പോകുന്നു. ഈ വെൻഡിംഗ് മെഷീൻ നോക്കൂ. അതിനുള്ളിൽ സ്വാദിഷ്ടമായ മിഠായികളുണ്ട്. പിന്നെ ഒരു ക്യൂട്ട് കരടിയും കുറച്ചെണ്ണമുണ്ട്. എനിക്ക് മറ്റൊരു ആശയം തോന്നുന്നു. ശരി, നമുക്ക് നോക്കാം. ഈ ക്യൂട്ട് മഴവില്ല നോക്കൂ. ഇത് ഈ ചുവരിലേക്ക് നന്നായി ചേരുന്നുണ്ട്. ഈനേഡ്, നിനക്ക് കുറച്ച് പലഹാരങ്ങൾ വേണോ? ദാ പിടിച്ചോ. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. നിനക്കിത് വളരെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. രുചികരമാണ് അല്ലേ? ശരി ശരി കുട്ടികളെ, ഒന്നാം നില തയ്യാറാണ്. ഇത് തികച്ചും പെർഫെക്റ്റ് ആണ്. വാവ്! നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുക്കളയ്ക്കും ഞാൻ കറുത്ത ഫർണിച്ചറുകൾ തന്നെ ഉപയോഗിക്കും. ഓ അതെ, ആ കാബിനറ്റുകൾ നോക്കൂ. തീർച്ചയായും തലയോട്ടികൾ ഉള്ളത് തന്നെ. അതിന് തൊട്ടടുത്തായി ഒരു യഥാർത്ഥ ശവപ്പെട്ടിയും. വെറുതെ തമാശ പറഞ്ഞതാണ്. അവിടെ ഷെൽഫുകളുണ്ട്, ഒരു മേശ, കസേരകൾ, പിന്നെ കുറച്ച് പാത്രങ്ങളും തീർച്ചയായും ഉണ്ട്. വാവ്! എന്തൊരു വൈബ്! ചുവരിൽ ഒരു പുരാതന ക്ലോക്ക്. കുറച്ച് കാര്യങ്ങൾ കൂടി കഴിഞ്ഞാൽ തയ്യാറായി. ഓ, ഒരു വവ്വാൽ. നമുക്കൊരു വവ്വാൽ. ഇങ്ങോട്ട് വരൂ.
വെഡ്നെസ്ഡേ, നിനക്കൊരു കൂട്ടുകാരനെ കിട്ടി. അവർ എത്ര മനോഹരമാണ്. ഞാൻ കുറച്ച് കോക്ക് കുടിക്കട്ടെ. കൊള്ളാം. ഓ, എന്തൊരു പേടി സ്വപ്നം. ഈ അടുക്കള ഇനി ഒട്ടും അനുയോജ്യമല്ല. ഇതാണെങ്കിലോ? അതെ, ഇതാണ് വളരെ നല്ലത്. ഞാൻ ഈ പിങ്ക് കാബിനറ്റുകളിൽ എന്തെങ്കിലും വരയ്ക്കാം. നമുക്ക് നോക്കാം. ഇത് വളരെ മനോഹരമാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ ചേർക്കുന്നു. വൗ! ഞാൻ ഒരു പ്രതിഭയായ കലാകാരിയാണ്. ഇത് കൊള്ളാമല്ലേ? ഇത് ഉള്ളിലേക്ക് വെക്കുന്നു. എനിക്ക് ഇപ്പോൾ തന്നെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു മേശയും കസേരയും താഴെ വെക്കുന്നു. വൗ! നമുക്ക് പൂച്ചക്കുട്ടിയെ മറക്കരുത്. നീയാണ് ഏറ്റവും മികച്ചത്. ഓ, ഞാൻ പൂർണ്ണമായും മറന്നു. നമുക്ക് ഒരു പിങ്ക് സ്പീക്കർ വേണം. അതിനും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓ, ഈ സംഗീതം. കുട്ടികളെ, നിങ്ങളുടെ അടുക്കള പെർഫെക്റ്റ് ആണ്. ഓ, ഇത് ഭയങ്കര ശബ്ദമാണ്. പിന്നെ നിങ്ങൾക്കിത് എങ്ങനെയുണ്ട് കുട്ടികളെ? ശരി, നമ്മൾ മുന്നോട്ട് പോകുന്നു. ഓ വേണ്ട, ഒരു ചെലന്തി. നിൽക്കൂ, അത് യഥാർത്ഥമല്ല. ടീന, തമാശ കളിക്കല്ലേ. ശരി ശരി ശരി, നമുക്ക് നോക്കാം. ചെലന്തി വല. ഇപ്പോൾ മികച്ച ജനൽവിരികൾ. ഞാൻ ഇപ്പോൾ തന്നെ ഒരു പരവതാനി കൂടി ചേർക്കാം. മോശമല്ല. നിനക്കോ? എന്റെ ജനൽവിരികൾ വർണ്ണാഭമായ മുത്തുകൾ കൊണ്ടുള്ളതായിരിക്കും. ഇത് വളരെ മനോഹരമാണ്. നോക്കൂ, ഇതാ ഒരു ജനൽ, ഇതാ മറ്റൊന്ന്, പിന്നെ ഒരു തിളങ്ങുന്ന പരവതാനിയും. ഈ നില മുഴുവൻ ഇത് കൊണ്ട് മൂടും. അടിപൊളി. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കുറച്ചു സമയം കാത്തിരിക്കൂ. ദാ പിടിച്ചോ. അത് വളരെ തമാശയായിട്ടുണ്ട്. ഓ, എന്റെ പുരികം. എന്താ ഇത്? അടിയന്തിരമായി തിരികെ വെക്കേണ്ടതുണ്ട്. ശരി, ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ശരി, വാൾപേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൂന്നാമത്തെ മുറിയിൽ ചുവരുകളിൽ യൂണിക്കോണുകളും മഴവില്ലുകളും ഉണ്ടാകും. ഇത് കാണാൻ വളരെ തിളക്കമുള്ളതും മനോഹരവുമാണ്. അത് നിങ്ങളുടെ കോട്ടുകൾ വെക്കാനുള്ള സ്ഥലമാണ്. നിങ്ങളുടെ മനോഹരമായ കിടക്ക. ഈ ഹൃദയാകൃതിയിലുള്ള തലയണ നോക്കൂ. തീർച്ചയായും ഒരു മേക്കപ്പ് ടേബിളും. വൗ! എത്രയെത്ര അടിപൊളി കാര്യങ്ങൾ. നിനക്കിത് വളരെ ഇഷ്ടപ്പെടും. ഹൈ ഫൈവ് കൂട്ടുകാരാ. ശരി 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 ടീന, എന്റെ വീട് തയ്യാറാണ്. ഹാഹാ, ഞാനായിരുന്നു വേഗതയേറിയവൾ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓ, ചന്ദ്രനുള്ള ഒരു കറുത്ത കിടക്ക. ഇത് വിശ്വസിക്കാനാകാത്തതാണ്. കുറച്ചു കാര്യങ്ങൾ കൂടി ചേർക്കുന്നു. ഓ, ആ തൂക്കുവിളക്കുകൾ. തീർച്ചയായും ഒരു വയലിൻ നിങ്ങളുടെ കിടക്കയ്ക്ക് തൊട്ടടുത്തായി. നിനക്കെന്ത് തോന്നുന്നു വെഡ്നെസ്ഡേ? അതെ, നിനക്കിപ്പോൾ തീർച്ചയായും വായിക്കാം. നോക്കൂ ബ്രിട്നി, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. വെഡ്നെസ്ഡേക്കുള്ള വീട് തയ്യാറാണ്.
ഈനിഡിനും കൂടിയുള്ളത്. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. കുട്ടികൾ അവരുടെ പാവകളോടൊപ്പം നല്ല സമയം ആസ്വദിക്കുകയാണ്. ബ്രിട്നി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടീന, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തിലല്ലല്ലോ. ഓ, കുട്ടികൾ എന്തോ പുതിയ കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. കൊള്ളാം, നിങ്ങൾക്ക് ഒരുമിച്ച് കളിക്കാം. നിങ്ങളുടെ വീടുകളും പാവകളും വളരെ വ്യത്യസ്തമാണെങ്കിൽ പോലും പിന്നെ മിഠായികൾ പങ്കുവെക്കുകയും ചെയ്യാം. ഏറ്റവും നല്ല സമയം ആസ്വദിക്കൂ. അടുത്ത മത്സരത്തിൽ നമുക്ക് കാണാം. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ബൈ.